ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു നോമ്പുകാലം സമാഗതമായിരിക്കുകയാണ്. 3 നോമ്പെന്നും നിനിവേ നോമ്പെന്നും അറിയപ്പെടുന്ന അനുതാപത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സുദിനങ്ങളിലേക്ക് നാം ചേർന്ന് വരികയാണ്. മഹാനഗരമായ നിനിവയിലെ ആളുകൾ യോനാ പ്രവാചകൻ്റെ പ്രബോധനം കേട്ട് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുതാപത്തിലും കണ്ണുനീരിലും ഉപവാസത്തിലുമായിരുന്നുകൊണ്ട് അവർ അനുരഞ്ജനത്തിലേക്കും അനുതാപത്തിലേക്കും മടങ്ങി വരവിലേക്കും ചേർന്ന് വന്നതുപോലെ നമുക്കും ഈ നോമ്പുകാലത്തിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. നോമ്പുകാലം ആത്മീയതയുടെ വസന്തകാലമാണ്. പരിശുദ്ധാത്മാവിൽ രൂപാന്തരപ്പെടേണ്ട, അനുതാപത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരേണ്ട സുദിനങ്ങളാണ് നോമ്പുകാലം. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ഇത് ദൈവവചനമാണ്. നാം അനുതപിക്കുമ്പോൾ നമ്മോടൊപ്പം അനുതപിക്കുന്ന ദീർഘക്ഷമയുള്ള മനസ്സലിവുള്ള മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. 2026 ജനുവരി മാസം 25, 26, 27 തീയതികളിൽ കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനമായ മോർ ഗ്രിഗോറിയോസ് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ 3 നോമ്പിൻ്റെ കൺവെൻഷൻ നടക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷൻ ശുശ്രൂഷകളിലേക്ക് ബലഹീനനായ എന്നെ അതിനായി നിയോഗിക്കപ്പെട്ടതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നെ ക്ഷണിച്ച ഇടവക വികാരിമാരോടും വന്നിരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും മാർ ഗ്രിഗോറിയോസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ അനുതാപത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ മനോജച്ച്.